അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. സെയ്ദിൽ വി ചെർപ്പശ്ശേരിയാണ്. പ്രിയപ്പെട്ട എൻ്റെ അഭിപ്രായങ്ങളെ, ഈ വീട് നിങ്ങൾക്ക് ചിലപ്പോൾ കണ്ടു പരിചയമുണ്ടാവാം. ഇത് നമ്മൾ ഒരു പ്രാവശ്യം വീഡിയോ ചെയ്തതാണ്, നമ്മൾ കച്ചവടം കഴിഞ്ഞതാണ്. പക്ഷേ ഈ വാങ്ങിയ പാർട്ടിക്ക് എന്തോ പൈസ ബുദ്ധിമുട്ടോ എന്തോ കാരണം കൊണ്ട്, കാരണം നമ്മൾ സോൾഡ് ഔട്ട് ഇട്ട് അഡ്വാൻസ് വന്നു, അവർക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് വന്നത് കാരണം രണ്ടാമത് നമ്മൾ വേറെ റീപോസ്റ്റാണ് ഇത് വരുന്നത്. അപ്പൊ എന്റെ പ്രിയപ്പെട്ട അഭിപ്രായങ്ങൾ, ഇത് അന്ന് പോസ്റ്റ് ചെയ്തിട്ട് 3 ദിവസം കൊണ്ട് കച്ചവടം നടന്നതാണ് കേട്ടോ. അത് നമ്മൾ 17 റുപ്യ റേറ്റ് ഇട്ടായിരുന്നു, പക്ഷെ 16ന്റെ അടുത്താണ് നമുക്ക് കച്ചവടം നടന്നത്. അതാണ് ഇപ്പൊ 16 റുപ്യ വരെ പറയുന്നത്. കാരണം എന്താ വെച്ചാല് ഇതിൽ 5 സെന്റ് സ്ഥലവും നല്ല ചുറ്റോട് മതില് കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല അടിച്ചാപ്പൊളി ബെഡ്റൂമിൽ 2 ടൈൽസ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട്, അപ്പൊ ഈ ഇത് നമുക്കൊരു 16 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. ഞാൻ അതിന്റെ എന്തെങ്കിലും താഴെയായിട്ട് കൊടുക്കാം. അപ്പൊ ഇൻഷാല്ല ഇത് തിരുവില്ലാമല ടൗണിലാണ്, തൃശ്ശൂർ തിരുവില്ലാമല ടൗണിലാണ്. ടൗണിൽ നിന്ന് ഒരു പട്ടിപ്പറമ്പ് പറയുന്ന സ്ഥലമാണ്. ഇവിടേക്ക് പട്ടിപ്പറമ്പ് എന്ന് പറയാം. ബസ് റോഡിൽ നിന്ന് ആകെയുള്ള ദൂരം എത്രയെന്നറിയോ? വെറും 200-300 മീറ്റർ ആണ് കേട്ടോ. ബസ് റോഡിൽ നിന്ന് ഒരു 300 മീറ്റർ ദൂരം മാത്രമാണ്. അപ്പൊ ഇൻഷാല്ല കണ്ടതിന് ശേഷം മറ്റു കാര്യങ്ങൾ കിടക്കാം. അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബീബികൾ, ഇതാ ഇവിടെയാണ് ഈ വീട് കേട്ടോ. നല്ല ടാറിങ് റോഡ് സൈഡിൽ നമ്മുടെ വീടിനാണെങ്കിൽ കാണുന്ന വീടാണ് ഇത്. ഇതിന്റെ 2 സൈഡ് നമുക്ക് റോഡുണ്ട്, സൗകര്യങ്ങളുണ്ട്, എല്ലാം ഉണ്ട്, ചുറ്റും മതില് എല്ലാം ഉണ്ട്. അല്ലേ? എല്ലാ ഭാഗങ്ങളൊന്നും കാണുക, എല്ലാ ഭാഗത്തേക്കും നിങ്ങൾ ശ്രദ്ധിച്ചു മതി. ഫ്രണ്ട് ഭാഗങ്ങളൊക്കെ. അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബീബികൾ, ഇതല്ലേ നമ്മുടെ ഫുള്ള് മതിലാണ് കേട്ടാ. 4 സൈഡും മതിലാണ്. ഇതാണ് തൊട്ടപ്പുറത്തൊക്കെ ഈ റോഡിന് പോയ വീടുകൾ. അങ്ങനെ ആണോ, നല്ലൊരു ജംഗ്ഷനിലാണ് ഈ വീട് നിൽക്കുന്നത്. ഇവിടെയൊക്കെ വീടുകളുണ്ട്, അതിന്റെ ഫ്രണ്ടിൽ വീടുകൾ കേട്ടോ. ആ വീടിന്റെ ഫ്രണ്ട് കളിച്ചു കൊടുത്താൽ അവിടെയും വീട്, എവിടെ നോക്കിയാലും വീടുകൾ, നിറയെ വീടുകൾ, നല്ല ഏരിയ, ടാറിങ് റോഡ്, ഏത് വാഹനത്തിനും വരാനുള്ള സൗകര്യം. ഈ വിലക്കൊക്കെ എവിടുന്ന കിട്ടുക അഭിപ്രായങ്ങൾ? നല്ല ടൈൽസ്, ഉള്ളൊക്കെ കാണാം, നല്ല അടിച്ചാപ്പൊളി വീടാണ്, അടിപൊളി വൃത്തിയുള്ള വീട്. ഇതാ ഇനി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ഉള്ളിലൊക്കെ കിടക്കാം. ഉള്ളിലോട്ട് ഇങ്ങനെ കിടക്കുമ്പോൾ നമുക്ക് ഇവിടെ ഒരു മാവ് കാണാം, മുറ്റത്ത് നല്ലൊരു മാവും തൈ. ഇതാ അല്ലേ, ഉള്ളിലേക്കുള്ള എൻട്രൻസ് ആണ് ഇവിടെ. ഈ എൻട്രൻസിൽ കടന്നു കഴിഞ്ഞാൽ നമുക്ക് ഇനി വാഹനം കടത്താനുള്ള എൻട്രൻസ് വേറെ കാണിച്ചു തരാം. ഇതിന് വന്നു കഴിഞ്ഞാൽ ഇങ്ങോട്ട് വലത്തോട്ട് തിരിയാം. ഇവിടെ ഒരു തെങ്ങുണ്ട്, നല്ല കായ്ഫലമുള്ള തെങ്ങാണ് കേട്ടോ. ഈ തെങ്ങൊന്ന് കാണിച്ചു കൊടുത്തോ. ഇനി വാഹനം കടത്താൻ എന്താ, ഇവിടെ നമുക്കൊരു ഗേറ്റ് വെക്കാം. ഇവിടെ ഒരു ഗേറ്റ് വെച്ച് കഴിഞ്ഞാൽ എന്തായി, വാഹനം കയറ്റി നിർത്താൻ സൗകര്യമായി. ഇവിടെ ഇപ്പൊ സ്കൂട്ടിയുള്ളൂ, അതുകൊണ്ടാണ് അവിടെ ഒരു വണ്ടിക്ക് ഉള്ള സൗകര്യം ചെയ്യാത്തത്. അപ്പൊ വാഹനം ഉള്ളവർക്ക് എന്ത് ചെയ്യാം, ഈ മതിലൊന്ന് മാറ്റിയിട്ട് ഗേറ്റ് വെക്കാം. അതുപോലെ തന്നെ നമുക്ക് ബാക്കിൽ മതിലുണ്ട്, വീടിന്റെ ബാക്കിൽ മതിലുണ്ട്, ബാക്കിൽ സ്ഥലമുണ്ട്. ബാക്കിൽ സ്ഥലമുണ്ട്. ഈ ബാക്ക് സൈഡൊക്കെ കാണിച്ചു കൊടുക്കും. നല്ല അടിപൊളി വീടിന്റെ പണിയാണ്. ബാക്ക് സൈഡൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്താ. അല്ലേ എന്റെ ഹബീബികളെ കാണണം. ഈ ബാക്ക് സൈഡ് ഫുള്ളായി കാണാം. ഈ സൈഡും കാണാം, ഈ സൈഡും കാണാം, എല്ലാ ഭാഗം കാണിച്ചു കൊടുക്കും. പെട്ടെന്ന് കൂടുതൽ സമയം വൈകിക്കണ്ട, ആളുകൾ കാണാൻ ആവും. കാരണം അർജന്റ് ഉള്ളവരാണ് എല്ലാവരും, തീരെ സമയം നടക്കൂല. അതുകൊണ്ട് വേഗം വേഗം കാണിച്ചു കൊടുക്കുക. പൈപ്പിന്റെ കണക്ഷൻ വെള്ളത്തിന് കേട്ടോ. വെള്ളത്തിന് ഇതാ പൈപ്പിന്റെ കണക്ഷൻ ഇവിടെ ഉണ്ട്, സൗകര്യങ്ങളുണ്ട്. ഇവിടെ ഒരു തെങ്ങുണ്ട്. അപ്പൊ 2 തെങ്ങ് നല്ല കായ്ഫലമുള്ള തന്നെ, യാതൊരു സംശയമില്ല കേട്ടോ. ഇനി നമുക്ക് വീടിന്റെ ഉള്ളിലേക്ക് ഒന്ന് പ്രവേശിക്കാം. ഇവിടുത്തെ കാണൽ കഴിഞ്ഞില്ലേ? പ്രിയപ്പെട്ട ഹബീബിങ്ങളെ, ഇതാണ്ടോ നല്ല അടിച്ചാപ്പൊളി സിറ്റ് ഔട്ട്, നല്ല സിറ്റിംഗ് ഹാള്, അത്യാവശ്യം ഒരു 3-4 പേർക്ക് ഇരിക്കാനുള്ള സംവിധാനമായിട്ട് ഓപ്പൺ ആണ്. അതുപോലെ തന്നെ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ, നല്ല ഡോറ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള അടിച്ചാപ്പൊളി വീട് കേട്ടോ. അല്ലേ, ഇതിനെ പറ്റി വിശദീകരിച്ച് ഇങ്ങോട്ട് പറയേണ്ടത് ഞാൻ ഇൻഷാല്ലാ പറഞ്ഞു തരാം. ഇതൊക്കെ ഒന്ന് കാണിച്ചു തന്നതിന് ശേഷം തങ്ങൾ വന്നു കഴിഞ്ഞാൽ നല്ലൊരു ഹാള് എൽ മോഡലാണ്. കാരണം എൽ മോഡലിൽ പറയുമ്പോൾ ഇത് വേണമെങ്കിൽ ഒരു ബെഡ്റൂം ആക്കി മാറ്റാം കേട്ടോ. നിങ്ങൾക്ക് ഒരു ബെഡ്റൂമും കൂടെ ആവശ്യക്കാരുണ്ടെങ്കിൽ, കാരണം ചിലവർ പറയും ഞങ്ങൾക്ക് 3 ബെഡ്റൂം വേണമായിരുന്നു പറഞ്ഞാൽ എന്ത് ചെയ്യാം, നമുക്ക് ഇതൊരു ബെഡ്റൂം ആക്കി മാറ്റാം. ഇത് ഇവിടെ കണ്ട് മൂട്ടിയാൽ മതി. അപ്പൊ ഒരു 3 ബെഡ്റൂം ആക്കി മാറ്റാനുള്ള സൗകര്യം ഉണ്ട്. അപ്പോൾ ഹാള് കുറച്ച് ചെറുതാവും എന്ന് മാത്രം, ഇത്രയുള്ള വ്യത്യാസം അല്ലേ. അപ്പോൾ ആദ്യത്തെ ഒരു ബെഡ്റൂമിലേക്ക് നമുക്ക് കടക്കാം. ഇങ്ങനെ കിടക്കുക. നിങ്ങൾ കടന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട്, ഇതൊന്ന് കാണാം അല്ലേ. അത്യാവശ്യം നല്ല സൗകര്യത്തോട് കൂടിയിട്ടുള്ള 2 കട്ടിൽ അവിടെ ഇട്ടിക്കണം. എന്നിട്ടും സ്ഥലം ബാക്കിയാ കേട്ടോ. അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബീബിനെ കാണണം കേട്ടോ. നല്ലൊരു ലീക്കോ പൊട്ടോ ഒന്നുമില്ല, അധികം പഴക്കമില്ല, നല്ല വീടാണ്. അതിന്റെ പുറമെ ഒരു ബെഡ്റൂമുകൾ കാണൽ കഴിഞ്ഞു, ഇനി ഒന്നും കൂടെ നമുക്ക് ഇവിടെ കാണാം കേട്ടോ. അപ്പൊ 2 ബെഡ്റൂം, ഇത് 3 ബെഡ്റൂം ആക്കണമെങ്കിൽ ആക്കാം. ഇതല്ലേ, ഇവിടെ നല്ല സ്പേസ് ഉണ്ട്, 2 അലമാരൊക്കെ ഇട്ടിട്ട് വീണ്ടും സ്ഥലം കിടക്കുകയാണ് അല്ലേ. അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബീബികളാണ്, നല്ല ടൈൽസ് വർക്ക്, നല്ല സോക്കേസ് വർക്ക് കാണിച്ചു കൊടുത്തത്, അടിച്ചാപ്പൊളി വർക്ക് കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ട്. ഇനി അതിന്റെ പുറമെ
അപ്പൊ 2 ബെഡ്റൂമുകൾ കണ്ടു, ഹാള് കണ്ടു. ഈ ബെഡ്റൂം ആക്കണമെങ്കിൽ ആക്കാം. ഇതൊന്നുകൂടി കാണിച്ചു കൊടുത്ത ഹാള് കേട്ടോ, ഇത് ബെഡ്റൂം അതുപോലെ ആക്കണമെങ്കിൽ ആക്കാം. അപ്പൊ എന്തായാലും 3 ബെഡ്റൂം ആവും. അങ്ങനെ വന്നു കഴിഞ്ഞാല് ഇവിടെയാണ് നമ്മുടെ കിച്ചൺ. അത്യാവശ്യം നല്ല സൗകര്യത്തോടുകൂടിയുള്ള കിച്ചൺ തന്നെയാണ്, യാതൊരു സംശയമില്ല അല്ലേ. അതിന്റെ പുറമെ ഇവിടെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ വർക്ക് ഏരിയയിൽ നമുക്ക് അലക്കാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ബാത്റൂം കാര്യങ്ങളൊക്കെ ഉണ്ട്, അലക്കാനുള്ള കല്ലുണ്ട്, സൗകര്യങ്ങളുണ്ട്. ഇതൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്താൽ ഇവിടെ ഓടാണ് കേട്ടോ, അത് മേലെ കാണിച്ചു കൊടുക്കും. ഇവിടെ ഈ വർക്ക് ഏരിയ എടുത്തുന്ന ഓടാണ്, അത് നിങ്ങൾക്ക് പ്രത്യേകം കാണിച്ചു തരാം. പിന്നെ ഇവിടെ വന്നിട്ട് എന്താ കാണിക്കാൻ നിന്നോട് ചോദിക്കരുത്, നമ്മൾ പരമാവധി കാണിച്ചു തരും എല്ലാ ഭാഗവും. കാരണം എന്താ അറിയോ, അതൊക്കെ നിങ്ങൾ പറയാതെ കാണിച്ചു തന്നില്ല പറയും. അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ, നിങ്ങൾ ഈ വീട് കണ്ടു, വീടിന്റെ പരിസരം കണ്ടു അല്ലേ. ഇത് 2ാം റൗണ്ട് ഞങ്ങൾ കാണുന്നുട്ടോ. ചിലപ്പോൾ എന്റെ ചാനലിൽ പുതിയതായിട്ട് കാണുന്നത് വേറെ ഉണ്ടാവും. ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോസ്റ്റ് ചെയ്തിട്ട് നമ്മളൊരു അഡ്വാൻസ് വാങ്ങിയതാണ് ഒരു ടീമിലേക്ക്. അവർ 10,000 രൂപ ടോക്കൺ അഡ്വാൻസ് തന്ന് പോയതാണ്. പിന്നെ ഇത്ര ദിവസം കൊണ്ട് രജിസ്റ്റർ ചെയ്യാന്ന് പറഞ്ഞു, ഇത്ര ദിവസം കൊണ്ട് അവർ വരാം, ബാക്കി അർജന്റ് പ്രശ്നമില്ല, ഞങ്ങൾ പെട്ടെന്ന് തീർക്കാമെന്ന് പറഞ്ഞു. പക്ഷെ എന്തോ സാഹചര്യം കൊണ്ട് അവർക്ക് ഇതുവരെ അത് പൂർത്തീകരിക്കാൻ കഴിയാത്തതിന്റെ പേരിൽ നമ്മൾ റീപോസ്റ്റ് ചെയ്തതാണ്. അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, അവര് പിന്നെ ഒരു അഡ്വാൻസ് മാത്രമാണ് അവർ തന്നുപോയത്, ഒരു ടോക്കൺ അഡ്വാൻസ്. അപ്പൊ ഇനി നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ അറിയോ, ചെറിയൊരു ടോക്കൺ മേടിക്കില്ല. ഏത് വീട് ഇനി കച്ചവടമാക്കുകയാണെങ്കിലും ഞാൻ പറഞ്ഞു 50,000 രൂപ ടോക്കൺ വേണം. കാരണം എന്തിനാണെന്നറിയോ, നിങ്ങൾ എന്തായാലും ഇത് മേടിക്കാൻ വേണ്ടിയിട്ട് വരുന്നവരാണെങ്കിൽ 500, 1000, 2000, 10,000 കൊടുത്തിട്ട് കാര്യമില്ല. ഒരു 25,000 അല്ലെങ്കിൽ 50,000 കുറഞ്ഞ ടോക്കൺ ഞാൻ ഈ ചാനലിൽ ഇടുന്ന പോസ്റ്റർക്ക് ഉണ്ടാവില്ല ഇനി മുതൽ. ഇതുവരെയൊക്കെ നമ്മൾ 1000, 5000 സമ്മതിച്ചായിരുന്നു, 10,000 സമ്മതിച്ചായിരുന്നു, ഇതില്ല. കാരണം എന്താ വെച്ചാൽ നമ്മളെ കെട്ടിയില്ല. നമ്മൾ ചാനൽ ഇപ്പോൾ അഡ്വാൻസ് സോൾഡ് ഔട്ട് ചെയ്യും. സോൾഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെന്തായി, പിന്നെ ആരും ഇതിനെപ്പറ്റി അന്വേഷിക്കില്ല. അന്വേഷിച്ചവരോട് നമ്മൾ പറഞ്ഞ എന്താണ് കൊടുത്തു എന്നാ പറഞ്ഞത്. അങ്ങനെ ഒരുപാട് നമുക്ക് ഫാൾട്ടുകൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്, വെറും 16 ലക്ഷം രൂപയ്ക്ക് നമുക്ക് ഈ വീട് തരാം. 5 സെന്റ് സ്ഥലം, നല്ല മതിൽ, ചുറ്റും മതിൽ കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല വൃത്തികളാണ്, നിങ്ങൾ കണ്ടു, യാതൊരു സംശയമില്ല. ടൗൺ ആണ്, തിരുവല്ലാമല ടൗണ്, തൃശ്ശൂർ ജില്ലയിലാണ്. അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബീബുകളെ, പട്ടിപ്പറമ്പ് എന്നാണ് സ്ഥലത്തിന്റെ പേര് പറയും. അപ്പൊ അതുകൊണ്ട് എന്റെ ഹബീബുകൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുന്ന, സബ്സ്ക്രൈബ് ചെയ്യണം. ഈ വീട് വിക്കൽ അർജന്റാണ്, അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും പൈസ കമ്മിയാക്കിയിട്ടുണ്ട്. വിക്കൽ അർജന്റ് ആണ്, ക്യാഷിന് വെരി അർജന്റ് ഉണ്ട്. അതുകൊണ്ട് എന്റെ പ്രവാസി സുഹൃത്തുക്കൾ, പ്രത്യേകിച്ച് പ്രവാസ ലോകത്തിന് എന്റെ ഹബീബിങ്ങൾ റമദാൻ മാസത്തിൽ ഒന്ന് ഷെയർ ചെയ്തോളൂ, യാതൊന്നും നോക്കണ്ട. കാരണം ഇത് കച്ചവടം നടക്കട്ടെ. കാരണം എന്താ പറയുക, അത്ര പൈസക്ക് അർജന്റിലുള്ളവരെ ഓരോരുത്തരും വിൽക്കാൻ എന്തിനാണ് നമ്മളെ ഏൽപ്പിക്കുക, എന്തെങ്കിലും അർജന്റ് ഉണ്ടാകുമ്പോഴാണ്. അപ്പൊ ഇത് ഡബിൾ അർജന്റിലാണ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ഇൻഷാ അല്ലാഹ് എല്ലാവരും ചാനൽ ഷെയർ ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യുന്നുള്ള വിശ്വാസത്തോടു കൂടി അടുത്തൊരു വീഡിയോ കാണും വരയ്ക്കും കുല്ലുക്കും മഹസ്സലാമ.